Dear students, welcome to another online class. This is our 22nd online class. Today we are discussing about accounting equation. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 22ാമത്തെ ഓൺലൈൻ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് ഇക്വേഷൻ, അക്കൗണ്ടിംഗ് സമവാക്യം എന്ന പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പരീക്ഷയ്ക്ക് സർവ്വസാധാരണമായി ചോദിക്കുന്ന ഒന്നാണ്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? Accounting equation is an equation which shows the relationship of assets, liabilities and capital. It is an equation which shows the relationship of assets, liabilities and capital. ആസ്തികൾ, ബാധ്യതകൾ, മൂലധനം എന്നിവയുടെ ബന്ധം കാണിക്കുന്ന ഒരു സമവാക്യമാണ് അക്കൗണ്ടിംഗ് സമവാക്യം. ആസ്തികൾ, ബാധ്യതകൾ, മൂലധനം എന്നിവയുടെ ബന്ധം കാണിക്കുന്ന ഒരു സമവാക്യമാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഇതാണ്: അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് സി. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ആസ്തികൾ സമം ബാധ്യതകൾ പ്ലസ് മൂലധനം. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? ആസ്തികൾ, ബാധ്യതകൾ, മൂലധനം എന്നിവയുടെ ബന്ധം കാണിക്കുന്ന സമവാക്യമാണ് ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഇതാണ്: അസറ്റ് സമം ആസ്തികൾ സമം ബാധ്യതകൾ പ്ലസ് മൂലധനം. ഈ ഇക്വേഷനെ മറ്റു 3 രീതിയിൽ കൂടി നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അക്കൗണ്ടിംഗ് ഇക്വേഷനെ മറ്റു 3 രീതികളിൽ കൂടി നമ്മൾക്ക് എഴുതാൻ സാധിക്കും. ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. ബാധ്യതകൾ ഈസ് ഈക്വൽ ടു ആസ്തികൾ മൈനസ് മൂലധനം. ബാധ്യതകൾ ഈസ് ഈക്വൽ ടു ആസ്തികൾ മൈനസ് മൂലധനം. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു assets minus liabilities. Capital is equal to assets minus liabilities. മൂലധനം is equal to ആസ്തികൾ മൈനസ് ബാധ്യതകൾ. മൂലധനം is equal to ആസ്തികൾ മൈനസ് ബാധ്യതകൾ. മറ്റൊന്ന്, assets minus liabilities minus capital is equal to 0. Assets minus liabilities minus capital is equal to 0. ആസ്തികൾ മൈനസ് ബാധ്യതകൾ മൈനസ് മൂലധനം is equal to 0. നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയുടെ ആസ്തികളുണ്ട്. അതേസമയം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാധ്യതകൾ എന്ന് പറയുന്നത് 50,000 അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എത്ര? അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അസറ്റ്സ് എത്ര രൂപയാണ് പറഞ്ഞത്? 2 ലക്ഷം. ബാധ്യതകൾ എത്രയാണ്? 50,000. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം മൈനസ് 50,000 ഇസ് ഈക്വൽ ടു 1,50,000. ഇനി ലയബിലിറ്റീസ് എങ്ങനെ കാണാം? ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അസറ്റ്സ് 2 ലക്ഷം മൈനസ് ക്യാപിറ്റൽ 1,50,000 ഇസ് ഈക്വൽ ടു 50,000. ഇനി അസറ്റ്സ് 2 ലക്ഷം മൈനസ് ലയബിലിറ്റീസ് 50,000 മൈനസ് ക്യാപിറ്റൽ 1,50,000 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കും. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? ആസ്തികൾ, ബാധ്യതകൾ, മൂലധനം എന്നിവയുടെ ബന്ധം കാണിക്കുന്ന ഒരു സമവാക്യമാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ആസ്തികൾ ഇസ് ഈക്വൽ ടു ബാധ്യതകൾ പ്ലസ് മൂലധനം. ഈ
അക്കൗണ്ടിങ് ഇക്വേഷനെ 3 രീതികളിൽ കൂടി നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. ബാധ്യതകൾ സമം ആസ്തികൾ മൈനസ് മൂലധനം. മൂലധനം ഈസ് ഈക്വൽ ടു ആസ്തികൾ മൈനസ് ബാധ്യതകൾ. ആസ്തികൾ മൈനസ് ബാധ്യതകൾ മൈനസ് മൂലധനം ഈസ് ഈക്വൽ ടു 0. ഓക്കെ. Accounting equation states that the value of assets of firm are equal to the total values of its liabilities and capital. Accounting equation states that the value of assets of firm are equal to the total value of its liabilities and capital. ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തികളുടെ വിലകൾ അതിൻ്റെ ബാധ്യതകളുടെയും മൂലധനത്തിൻ്റെയും മൊത്തം തുകകൾക്ക് തുല്യമാണ് എന്ന് അക്കൗണ്ടിംഗ് സമവാക്യം പറയുന്നു. ഒരു വ്യാപാര സ്ഥാപനത്തിലെ ആസ്തികളുടെ വിലകൾ ആ സ്ഥാപനത്തിലെ ബാധ്യതകൾ പ്ലസ് ക്യാപിറ്റൽ എന്നിവയുടെ മൊത്തം വിലകൾക്ക് തുല്യമാണ് എന്നാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പറയുന്നത്. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പറയുന്നത്? The value of assets of a firm are equal to the total values of its liabilities and capital. സ്ഥാപനത്തിൻ്റെ ആസ്തികളുടെ വിലകൾ അതിൻ്റെ ബാധ്യതകളുടെയും മൂലധനത്തിൻ്റെയും മൊത്തം വിലകൾക്ക് തുല്യമാണ്. ഇതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പറയുന്നത്. നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ ആസ്തികളുണ്ടെങ്കിൽ അതേ തുകയ്ക്കുള്ള ബാധ്യതകളും മൂലധനവും അവിടെ ഉണ്ടായിരിക്കുമെന്നർത്ഥം. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഡിനോട്ട്സ് ദി ഇക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഡിനോട്ട്സ് ദ ഇക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും സമത്വത്തെ അല്ലെങ്കിൽ തുല്യതയെ ഇത് സൂചിപ്പിക്കുന്നു. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ഇക്വാലിറ്റിയെ, സമത്വത്തെ അല്ലെങ്കിൽ തുല്യതയെയാണ് സൂചിപ്പിക്കുന്നത്. ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ്. ഡെബിറ്റ് എപ്പോഴും ഏതിന് തുല്യമാണ്? ക്രെഡിറ്റിന് തുല്യമാണ്. ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ്. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പറയുന്നത്? ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തികളുടെ വിലകൾ ആ സ്ഥാപനത്തിൻ്റെ തന്നെ ബാധ്യതകളുടെയും മൂലധനത്തിൻ്റെയും മൊത്തം തുകകൾക്ക് തുല്യമാണ് എന്നാണ് ഇത് പറയുന്നത്. അതായത് ഡെബിറ്റ് എപ്പോഴും എന്തിനു തുല്യമായിരിക്കും? ക്രെഡിറ്റിന് തുല്യമായിരിക്കും. ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും സമത്വത്തെയാണ് അല്ലെങ്കിൽ തുല്യതയെയാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. Resources of a business must be equal to the claims of those who have financed these resources. Resources of a business must be equal to the claims of those who have financed these resources. ഒരു ബിസിനസ്സിൻ്റെ വിഭവങ്ങൾ ഈ വിഭവങ്ങൾക്ക് ധനസഹായം നൽകിയവരുടെ അവകാശങ്ങൾക്ക് തുല്യമായിരിക്കണം. ഒരു ബിസിനസ്സിൻ്റെ വിഭവങ്ങൾ ഈ വിഭവങ്ങൾക്ക് ധനസഹായം നൽകിയവരുടെ അവകാശങ്ങൾക്ക് തുല്യമായിരിക്കണം. The proprietors and outsiders provide the resources of the business. The proprietors and outsiders provide the resources of the business. ഉടമസ്ഥനും പുറത്തുനിന്നുള്ളവരുമാണ് ബിസിനസ്സിന് വിഭവങ്ങൾ നൽകുന്നത്. ഉടമസ്ഥനും പുറത്തു നിന്നുള്ളവരുമാണ് ബിസിനസ്സിന് വിഭവങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ വിഭവങ്ങളിന്മേൽ ഇതിനു വേണ്ടി പണം നൽകിയ ഉടമസ്ഥനും പുറത്തുള്ളവർക്കും അവകാശമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ വിഭവങ്ങളിന്മേൽ ഇതിനു വേണ്ടി പണം നൽകിയ ഉടമസ്ഥനും പുറത്തുള്ളവർക്കും അവകാശമുണ്ടായിരിക്കും. അവർ നൽകിയ തുകയ്ക്ക് തുല്യമായി സ്ഥാപനത്തിൻ്റെ വിഭവങ്ങളിന്മേൽ അവർക്ക് അവകാശം ഉണ്ടായിരിക്കും. അവർ നൽകിയ തുകയ്ക്ക് തുല്യമായി സ്ഥാപനത്തിൻ്റെ വിഭവങ്ങളിന്മേൽ അവർക്ക് അവകാശം ഉണ്ടായിരിക്കും. The claim of the proprietors is called capital and that of the outsiders is known as liabilities. The claim of the proprietors is called capital
ആൻഡ് ദാറ്റ് ഓഫ് ദി ഔട്ട്സൈഡേഴ്സ് ഈസ് നോൺ ആസ് ലയബിലിറ്റീസ്. സ്ഥാപനത്തിൻ്റെ വിഭവങ്ങളിന്മേലുള്ള ഉടമസ്ഥൻ്റെ അവകാശത്തെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അതേസമയം സ്ഥാപനത്തിൻ്റെ വിഭവങ്ങളിന്മേലുള്ള പുറത്തുള്ളവരുടെ അവകാശത്തെ ബാധ്യതകൾ എന്നും വിളിക്കുന്നു. സ്ഥാപനത്തിൻ്റെ വിഭവങ്ങളിന്മേലുള്ള ഉടമസ്ഥൻ്റെ അവകാശത്തെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അതേസമയം സ്ഥാപനത്തിൻ്റെ വിഭവങ്ങളിന്മേലുള്ള പുറത്തുള്ളവരുടെ അവകാശത്തെ ബാധ്യതകൾ എന്നും വിളിക്കുന്നു. ഈച്ച് എലമെന്റ് ഓഫ് ദ ഇക്വേഷൻ is the part of balance sheet which states the financial position of the business on a particular date. Each element of the equation is the part of balance sheet which states the financial position of the business on a particular date. ഒരു പ്രത്യേക തീയതിയിൽ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന അക്കൗണ്ടിംഗ് സമവാക്യത്തിലെ ഓരോ ഘടകവും ബാലൻസ് ഷീറ്റിൻ്റെ ഭാഗമാണ്. ഒരു പ്രത്യേക തീയതിയിൽ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന അക്കൗണ്ടിംഗ് സമവാക്യത്തിലെ ഓരോ ഘടകവും ബിസിനസ്സിൻ്റെ ഭാഗമാണ്. സോ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് also called the balance sheet equation. So accounting equation is also called the balance sheet equation. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നുകൂടി വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നുകൂടി വിളിക്കുന്നു. Accounting equation is based on dual aspect concept or duality concept. Accounting equation is based on dual aspect concept or duality concept. Dual aspect conceptന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. Dual aspect conceptന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഒരു വ്യാപാര സ്ഥാപനത്തിലുള്ള ആസ്തികൾ ഏതെല്ലാമെന്നും ബാധ്യതകൾ ഏതെല്ലാമെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ആസ്തികൾ എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഹ്രസ്വകാല നിക്ഷേപങ്ങൾ, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെപ്റ്റീസ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് മുതലായവയാണ്. അതേസമയം ബാധ്യതകളുടെ തലക്കെട്ടിന് കീഴിൽ വരുന്ന ഇനങ്ങൾ ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ലോൺസ്, ലോങ് ടേം ലോൺസ് മുതലായവയാണ്. ലയബിലിറ്റീസിന് കീഴിൽ വരുന്ന ഇനങ്ങൾ എന്ന് പറയുന്നത് ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ലോൺസ്, ലോങ് ടേം ലോൺസ് മുതലായവയാണ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അസറ്റ്സിന് തുല്യമായിരിക്കണം ലയബിലിറ്റീസും ക്യാപിറ്റലും. അപ്പോൾ ഓരോ ഇടപാടിലെയും എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആസ്പെക്റ്റുകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഇടപാടിലും അസറ്റിന് തുല്യമായിട്ട് ലയബിലിറ്റീസും ക്യാപിറ്റലും വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷനുകൾ ഡെവലപ്പ് ചെയ്യാം. ഓരോ ട്രാൻസാക്ഷൻ്റെയും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ അതെങ്ങനെ അസറ്റിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ലയബിലിറ്റീസിനെയും ക്യാപിറ്റലിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് അവിടെ അസറ്റിന് തുല്യമാണോ ലയബിലിറ്റീസ് ക്യാപിറ്റലും എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണക്കിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. അക്കൗണ്ടൻസിലെ 3ാമത്തെ പാഠം മുതലാണ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണക്കുകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കണക്കുകൾ തന്നിരിക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ്. നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ ബിസിനസ് ഇടപാടുകളെ വിശകലനം ചെയ്തുകൊണ്ട് അവിടെ ആ ഇടപാടുകൾ എങ്ങനെയാണ് അസറ്റിനെ വർദ്ധിപ്പിക്കുന്നോ കുറയ്ക്കുന്നോ അല്ലെ ലയബിലിറ്റീസിനെ വർദ്ധിപ്പിക്കുന്നോ കുറയ്ക്കുന്നോ അല്ലെ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നോ കുറയ്ക്കുന്നോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതാനും ട്രാൻസാക്ഷനുകളിലൂടെ നമുക്കതൊന്ന് പരിശോധിക്കാം.
സോ അബൌട്ട് ഡെവലപ്പിംഗ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഒരു ഇല്ലുസ്ട്രേഷനാണ് ഉദാഹരണമായിട്ട് ഇവിടെ നൽകുന്നത്. ആ ഉദാഹരണത്തിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു, അല്ലെ അവയുടെ ആ ട്രാൻസാക്ഷൻ്റെയൊക്കെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ ട്രാൻസാക്ഷനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. സോ ഹിയർ ക്വസ്റ്റ്യൻ ഈസ് ഡെവലപ്പ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ്. ഓരോ ട്രാൻസാക്ഷനും അതിലെ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ എന്നിവ വിശകലനം ചെയ്തുകൊണ്ട് അവ ഓരോന്നും കൂടുകയാണോ കുറയുകയാണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ട്രാൻസാക്ഷനും ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുന്നു. നൽകിയിരുന്ന ട്രാൻസാക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. ഇവിടെ ബിസിനസ് ആരംഭിച്ചിരിക്കുന്ന 50,000 രൂപ കൊണ്ടാണ്. 50,000 രൂപ ക്യാപിറ്റലുമായിട്ട് ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. ദെൻ സെക്കൻഡ്ലി, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. ക്യാഷ് പർച്ചേസ് ആണ്. രൊക്കം പണം കൊടുത്തുകൊണ്ട് 10,000 രൂപയുടെ സാധനങ്ങൾ രൊക്കം പണം കൊടുത്തുകൊണ്ട് വാങ്ങി. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. ആൻഡ് തേർഡ്ലി, സോൾഡ് ഗുഡ്സ് വർത്ത് ₹6,000 ഫോർ ക്യാഷ് ₹8,000. 6,000 രൂപയുടെ സാധനങ്ങളാണ്, അവ 8,000 രൂപയ്ക്കാണ് വിറ്റത്. എന്ന് പറഞ്ഞാൽ 2,000 രൂപ ലാഭത്തിൽ സാധനങ്ങൾ വിറ്റു. ക്യാഷ് സെയിൽസ് ആണ്, രൊക്കം പണത്തിലാണ് സാധനങ്ങൾ വിറ്റിരിക്കുന്നത്. 6,000 രൂപയുടെ സാധനമാണ് 8,000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്. ദെൻ നാലാമതായി, ഡെപ്പോസിറ്റഡ് ക്യാഷ് വിത്ത് ബാങ്ക് ₹20,000. ബാങ്കിൽ പണം നിക്ഷേപിച്ചു, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബാങ്കിൽ 20,000 രൂപ നിക്ഷേപിച്ചിരിക്കുന്നു. ദെൻ ലാസ്റ്റ്ലി, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹30,000. 30,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ കടമായി വാങ്ങി. കടത്തിൽ വാങ്ങിയതാണ്, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. 30,000 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ഈ തന്നിരിക്കുന്ന ഇടപാടുകളിൽ ഏതൊക്കെ അസറ്റുകൾ ഇൻവോൾവ്ഡ് ആണ്, ഏതൊക്കെ ലയബിലിറ്റീസ് ഇൻവോൾവ്ഡ് ആണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓരോ ഇടപാടും അവിടെ ഏത് അസറ്റിൽ വർധനവുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അസറ്റിൽ കുറവുണ്ടാക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലയബിലിറ്റീസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളിൽ ഈ ഓരോ ഇടപാടുകൾ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ അസറ്റ് കൂടുകയാണോ കുറയുകയാണോ, അല്ലെങ്കിൽ ആ ഇടപാടിൽ ഏതെങ്കിലും ലയബിലിറ്റി ഇൻവോൾവ്ഡ് ആണോ, ആ ലയബിലിറ്റി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാടാണോ, അത് ക്യാപിറ്റൽ അവിടെ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കണക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ ഇടപാടിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും അവിടെ 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒരു റിസീവിങ് ആസ്പെക്റ്റും മറ്റൊരു ഗിവിങ് ആസ്പെക്റ്റും. അപ്പോൾ ഒന്നാമത്തെ ഇടപാടിൽ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ആരംഭിച്ചു. അവിടെ നമുക്കറിയാം ബിസിനസ്സിലേക്ക് പണം 50,000 വരുന്നു. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നു. അതാണ് ഒന്നാമത്തെ എലമെൻ്റ്, അല്ലെങ്കിൽ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. 50,000 രൂപയുടെ ക്യാഷ് ബിസിനസ്സിലേക്ക് ലഭിക്കുന്നു. അതേ സമയത്ത് ബിസിനസ്സിന് ബാധ്യതയുണ്ടാകുന്നു ഉടമസ്ഥനോട്. ഉടമസ്ഥനുള്ള ബാധ്യതയാണ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അസറ്റ് വർദ്ധിക്കുന്നു ബിസിനസ്സിലെ. അതേ സമയത്ത് എന്താണ്, ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. ബിസിനസ്സിലേക്ക് 50,000 രൂപ മൂലധനമായിട്ടാണ് ഉടമസ്ഥൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഉടമസ്ഥനോടുള്ള ഒരു ബാധ്യതയായിട്ടുള്ള ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. അതേ സമയത്ത് അവിടെ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. 10,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയതാണ്, പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് സ്റ്റോക്ക് ലഭിക്കുന്നു. 10,000 രൂപയുടെ സാധനങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നു. അപ്പോൾ സ്റ്റോക്ക് അവിടെ വർദ്ധിക്കുന്നു. സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു. എന്നാൽ അവിടെ നമുക്കറിയാം ക്യാഷ് കൊടുക്കുന്നു.
ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വർദ്ധിക്കുന്നു, അസറ്റായിട്ടുള്ള സ്റ്റോക്ക് വർദ്ധിക്കുന്നു. നേരെ തിരിച്ച് ക്യാഷാണ് കൊടുക്കുന്നത്, അപ്പോൾ ക്യാഷ് കുറയുന്നു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. ദെൻ മൂന്നാമത്തെ ഇടപാടിൽ സാധനങ്ങൾ വിൽറ്റു, സാധനങ്ങൾ വിൽക്കുമ്പോൾ സ്റ്റോക്ക് കുറയുന്നു, സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റിൽ കുറവ് സംഭവിക്കുന്നു. എന്നാൽ അവിടെ നമുക്കറിയാം ക്യാഷ് ബിസിനസ്സിലേക്ക് ലഭിക്കുന്നുണ്ട്, ക്യാഷ് കൂടുന്നു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടുന്നു. അപ്പോൾ 8000 രൂപയുടെ ക്യാഷിൽ വർധനമുണ്ടാകുന്നു, അസറ്റിൽ വർധനമുണ്ടാകുന്നു. എന്നാൽ ഗുഡ്സ് എത്രയേ കുറയുന്നുള്ളൂ? 6000 രൂപയ്ക്ക് വാങ്ങിയ സാധനമേ കുറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം 2000 രൂപ ലാഭം ലഭിച്ചു. ആ ലാഭം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ലാഭം ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുഡ്സ്, അതായത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് 6000 കുറയുന്നു, എന്നാൽ 8000 രൂപയുടെ ക്യാഷ് കൂടുന്നു. അതേ സമയത്ത് പ്രോഫിറ്റ് ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നു 2000 രൂപ. ദെൻ ബാങ്കിൽ പണം നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ക്യാഷ് ബിസിനസ്സിൽ അത്രയും കുറയുന്നു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. എന്നാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് വർദ്ധിക്കുന്നു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബാങ്കിൽ പണം വർദ്ധിക്കുന്നു, മറ്റൊരു അസറ്റായിട്ട് അത് മാറുന്നു. കൈവശമുള്ള ക്യാഷ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞിട്ട് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് അത് മാറുന്നു. ഇനി കടമായിട്ട് സാധനങ്ങൾ വാങ്ങിയെന്ന് പറയുമ്പോൾ അവിടെ കടമായിട്ടാണ് സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത്, ബാധ്യത വന്നിരിക്കുന്നു, ബിസിനസ്സിന് ബാധ്യത വന്നിരിക്കുന്നു, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ബാധ്യത വർദ്ധിക്കുന്നു, ലയബിലിറ്റി വർദ്ധിക്കുന്നു. എന്നാൽ ഗുഡ്സ് വർദ്ധിക്കുന്നു, സ്റ്റോക്ക് വർദ്ധിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം ഇതിൻ്റെ നോട്ട്സ് ബുക്കിൽ എഴുതുക. തുടർന്ന് അവയുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ ചെയ്യണം എന്നത് കാണിച്ചു കൊണ്ടുള്ള വീഡിയോ അടുത്ത ക്ലാസ്സിൽ ഞാൻ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.